എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു ചുവന്ന പായസത്തിന് വേണ്ടി, ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞ ആളാണ് ആര്? ഏശാവ്. എന്താണ് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് അപ്പനെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ്. അതാണ് ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം അപ്പൻ്റെ പേര് അടുത്തത് വരുന്നത് ആർക്കായിരിക്കും? ഈ മകനായിരിക്കും. അബ്രഹാം, ഇസഹാക്ക്, ഏശാവ് എന്ന് വരേണ്ട സ്ഥാനത്ത് ഇപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താ? അവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളയാന്ന് പറയുമ്പോൾ ഈ ജ്യേഷ്ഠാവകാശത്തിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അപ്പൻ്റെ പ്രതിനിധി മാത്രമല്ല ഇവൻ, അവൻ ദൈവത്തിൻ്റെയും കൂടെ പ്രതിനിധിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശം ദൈവം ആർക്ക് കൊടുത്തു? അബ്രഹാമിന് കൊടുത്തു. ആ അവകാശമാണ് ജ്യേഷ്ഠാവകാശത്തിലൂടെ ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഇസഹാക്കിനെ. അപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനെ മാത്രമല്ല ആരെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? ദൈവത്തെ കൂടെ. ആ അവകാശമാണ് യാക്കോബ് തട്ടിയെടുത്തത്. അതായത് അവൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയണം. ആ അവകാശം ഏശാവിന് ഉണ്ടായിരുന്നതാണ്, അതവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റും? ഇപ്പം ഞാനിതിന് ഉദാഹരണമായിട്ട് ചില മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മഡഗാസ്കറിൽ അവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് എൻ്റെ ജൂനിയർ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, കോൺസുലേറ്റിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവൻ്റെ പൊസിഷനിൽ ഞാനിപ്പോൾ മഡഗാസ്കറിൽ എന്നെ അംബാസഡറായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു വിടുകയാണെന്ന് വെക്കുക. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മഡഗാസ്കറിൽ പോകുന്നത്. മഡഗാസ്കർ വളരെ മനോഹരമായ സ്ഥലമാണ്, ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇവിടെ നല്ല ഒരു 7 സ്റ്റാർ ഹോട്ടലുണ്ട്, നല്ല ഫുഡാണ്, അതാണ് സാറ് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ ഫുഡെല്ലാം വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചു, സാറിന് സന്തോഷമായില്ലല്ലേ? അതെ സാറേ, ഞാൻ ഒരു ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. സാറിൻ്റെ ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സീലും ലെറ്റർ പാഡും ഒക്കെ ഉണ്ടല്ലോ, അവത്തേലൊരു 2-3 ലെറ്റർ പാഡും ആ സീലും കൂടെ എനിക്കൊന്ന് തരാമോ സാറേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക്, താൻ കൊണ്ടുപോകടോ ലെറ്റർ പാഡ്, ഇന്നാടോ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരുത്തനെ ഇന്ത്യ ഗവൺമെൻറ്റിന് അംബാസഡറായിട്ട് അയക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരുത്തനെ ഇന്ത്യ ഗവൺമെൻറ് അംബാസഡറായിട്ട് അയക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അറിയാവുന്ന, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യത്തില്ല, അവനെ ഒരിക്കലും ഇന്ത്യൻ അംബാസഡർ ആക്കത്തില്ല, അവനെ അപ്പോയിന്റ് ചെയ്യത്തില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ഏശാവിൻ്റെ കാര്യത്തിൽ, അല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഒരു പക്ഷപാതമോ മുഖപക്ഷമോ ഒന്നും അല്ല. കാരണം ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളയുന്നവനെ ദൈവത്തിൻ്റെ പ്രതിനിധിയാക്കാൻ ദൈവത്തിന് പറ്റില്ല. കാര്യം ദൈവത്തിൻ്റെ പ്രതിനിധിയായാൽ അവൻ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ഉത്തരവാദിയാണ്? ദൈവം ഉത്തരവാദിയാണ്. എന്നെ ഒരു അംബാസഡറായിട്ടൊരു രാജ്യത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് ഞാൻ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ഗവൺമെൻറ് ഉത്തരവാദിയാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രമേ ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ദൈവം ഏശാവിൻ്റെ കാര്യത്തിൽ ചെയ്തുള്ളൂ. അല്ലാതെ ദൈവം ഒരു മുഖപക്ഷം കാണിച്ചു എന്ന് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. അപ്പോൾ ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. ഈ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, എന്ത് ബന്ധം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് അവൻ മുൻ നിയമിച്ചു. അവൻ മുൻ അറിഞ്ഞവരെ മുൻ നിയമിച്ചു.
4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വേഴ്സ് 4 അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ നമ്മളെ തെരഞ്ഞെടുത്തു. അവൻ നമ്മളെ ചൂസ് ചെയ്തു. എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, എന്തിനാണ്? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അതായത് നമ്മൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു പ്രിവിലേജായിട്ട് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. നമുക്കുള്ളൊരു വലിയൊരു പ്രോബ്ലം അതാണ്. ഇന്നത്തെ സഭകളുടെയും വലിയ പ്രശ്നം, എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ മക്കളാണ്, അതേ പറയത്തുള്ളൂ. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്, ഒരു ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? നമ്മളെ എന്തിനു വേണ്ടി അവിടെ എഴുതിയിരിക്കുന്നത്? നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, നമ്മൾ മുൻനിയമിക്കപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ്. 2, അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. പക്ഷെ തെരഞ്ഞെടുപ്പിനകത്ത്, മുൻനിയമനത്തിനകത്ത് നമുക്ക് ഒന്നുമില്ല, ഒന്നും ചെയ്യാനുമില്ല. നമ്മൾ ഹി ഹാസ് പ്രീഡെസ്റ്റൈൻഡ് us. അത് അവൻ്റെ ഭാഗത്ത് നിന്ന് അവൻ ടോട്ടലായിട്ട് ചെയ്യാണ്. പക്ഷെ തെരഞ്ഞെടുത്തപ്പോൾ അതോടുകൂടെ ആ തെരഞ്ഞെടുപ്പ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിനകത്ത് നമുക്കൂടെ വല്ലതും ചെയ്യാനുണ്ട്. മുൻനിയമനത്തിനകത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് പറയാണ്, തെരഞ്ഞെടുപ്പിനൊരു കാരണമുണ്ട്. മുൻനിയമിച്ചതിന് എന്താ കാരണം? മുൻനിയമിച്ചതിന് ഒരു കാരണവുമില്ല. അവൻ സ്നേഹിച്ചു, നമ്മളെ തെരഞ്ഞെടുത്തു. ദാറ്റ്സ് ഓൾ. അവൻ നമ്മളെ മുൻനിയമിച്ചതിനകത്ത് ഒരു കാരണവും നമ്മുടെ ഭാഗത്ത് നിന്നില്ല. അവൻ മുൻനിയമിച്ചത് കൊണ്ടൊന്നും ആ രീതിയിൽ നമ്മൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്ലോസോടെ വെച്ചിരിക്കുകയാണ്. എന്തിന് തെരഞ്ഞെടുത്തു? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പോൾ ഇവിടെ പറയുമ്പോൾ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഒരു ലക്ഷ്യത്തോടെയാണ്. നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്ന് സഭയുടെ ഉപദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, റെസ്പോൺസിബിലിറ്റി പറയുന്നില്ല, പ്രിവിലേജസ് എല്ലാം പറയുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നാൽ എന്തൊക്കെ പ്രിവിലേജസ്, എന്തൊക്കെ കിട്ടുമെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആ ഉത്തരവാദിത്തത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത് ഒരു ഉത്തരവാദിത്തത്തിലേക്ക്. അത് നമ്മുടെ ടീച്ചിങ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകണം. സഭയിൽ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ വേദപുസ്തകത്തിന്റെ ഏത് പാസേജ് വായിച്ചാലും അവിടെ എല്ലാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യാനുള്ളത്? ഞാൻ എന്ത് ചെയ്യണം, അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഇന്ന് സഭയിലൊന്നും പറയുന്നില്ലല്ലോ. ദാറ്റ് ഈസ് എ ബിഗസ്റ്റ് പ്രോബ്ലം. എല്ലാം പറയുന്നത് എന്താണ്? എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാൻ ചിലപ്പം ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി, that pierced their hearts. ഇന്നിപ്പം പ്രസംഗം കേൾക്കുമ്പം ഹൃദയമല്ല കീറുന്നത്, ചെവി ആണ്. എന്താണ്? പിയേഴ്സിങ് ദി ഇയേഴ്സ് ആണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇന്നിപ്പോൾ ശബ്ദമേ ഉള്ളൂ, ആർക്കും ഹൃദയത്തിൽ എന്തുണ്ടാകുന്നില്ല, കുത്തുകൊള്ളുന്നൊന്നുമില്ല. ശബ്ദം, ചെവി തുളയ്ക്കുന്നുണ്ട്, പക്ഷെ ഹൃദയം തുളയ്ക്കപ്പെടുന്നില്ല. എന്നാൽ പത്രോസിന്റെ പ്രസംഗത്തിൽ വലിയ ഒച്ച ഉണ്ടായിരുന്ന ബഹളമുണ്ടായിരുന്ന നമുക്കറിയില്ല. പക്ഷെ പത്രോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? വാട്ട് ഷാൽ വി ഡു? സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ പറയുന്ന സുവിശേഷം ഞങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ചോദ്യം അതാ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്നിപ്പോൾ വരുമ്പോഴേ ആളുകൾ ചോദിക്കുന്നത്, പക്ഷേ ഞങ്ങൾ സഭയിൽ വരാനൊക്കെ തീരുമാനിച്ച് എന്തോ കിട്ടും, എന്ത് ചെയ്യണമെന്നല്ല ആരും ചോദിക്കുന്നത്, എന്തോ കിട്ടുമെന്നാ ചോദിക്കുന്നത്. കാരണം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. എന്ത് കിട്ടും എന്നുള്ള ഈ
ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് നമ്മളൊന്ന് മാറ്റണം. ആളുകൾക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളട്ടെ. റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ ഉത്തരവാദിത്തത്തിൽ, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ചർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാറ്റിക്കൂടാത്ത നിയമമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധി. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് 2000 വർഷം മുമ്പ് ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കാര്യം, അന്ന് നമ്മൾ ആരായിരുന്നു? പാപികളായിരുന്നു. നമുക്ക് ആർക്കും യേശു കർത്താവ് വിശുദ്ധന്മാരെ തേടിയായിരുന്നു വന്നിരുന്നതെങ്കിൽ നമുക്ക് ആർക്കും അവൻ്റെ കൂടെ പോകാൻ, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ ഈ ദശാവതാരത്തിൻ്റെ കഥകളെല്ലാം വായിക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇനിയൊരു അവതാരം കൂടെ വന്നാലും എനിക്ക് ഗുണമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മഹാഭാവിയാണെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ വരുന്ന അവതാരങ്ങളെല്ലാം എന്തിനാണ് വരുന്നത്? പാപികളെ നിഗ്രഹിക്കുവാനും നല്ല മനുഷ്യരെ ചേർത്തോൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുവാനും. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലെ പ്രശ്നം, ഇനി ഒരാളുടെ വന്നാലും എനിക്ക് ഗുണമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവരായ ആളുകൾ, ഞാൻ നല്ലവനല്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിളിൽ ഞാൻ വായിക്കുന്നത് എന്ത്? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്രയെ തേടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. യേശു നീതിമാന്മാരെ തേടി വന്നായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടത്തില്ലായിരുന്നു, ഞാൻ നീതിമാനല്ലായിരുന്നു. പക്ഷെ യേശു പാപികളെ തേടി വന്നതുകൊണ്ട് എനിക്ക് രക്ഷയായി. 2000 വർഷം മുമ്പ് യേശു ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. പക്ഷേ ഇനി അവൻ വരുന്നത് പാപികളെ തേടിയല്ല. അതും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇനി അവൻ വരുന്നതും പാപികളെ തേടിയായിരിക്കുമെന്ന്. കൃപായുഗമല്ലേ ബ്രദറെ? നമ്മൾ പാപം ചെയ്താലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല. കൃപയല്ലേ, കൃപ. അതുകൊണ്ട് പാപമൊന്നും ഒരു വിഷയമൊന്നുമല്ല എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു വരുന്നത് പാപികളെ തേടിയല്ല. അത് രക്ഷിക്കപ്പെടാത്ത പാപികളെ തേടിയുമല്ല, രക്ഷിക്കപ്പെട്ട പാപികളെ തേടിയുമല്ല. ചിലർ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട പാപികളെ തേടി യേശു വരുന്നതാ. ഇല്ല എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, കർത്താവ് രണ്ടാമത് വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു നിർമ്മല കന്യകയെ തേടിയാണ് അവൻ വരുന്നത്. അതുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശുദ്ധിയെക്കുറിച്ച് സഭയിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ്സ് ഉണ്ടായിരിക്കണം. കർത്താവ് ഒരു മെഗാ ചർച്ചിനെ തേടിയുമല്ല വരുന്നത്, അവനൊരു ഹോളി ചർച്ചിനെ തേടിയാണ് വരുന്നത്. അവൻ ഒരു ഭീമസഭയെ തേടിയല്ല, പ്രത്യുത ഒരു വിശുദ്ധ സഭയെ തേടിയാണ് വരുന്നത്. ആ വിശുദ്ധ സഭയിലെ വിശുദ്ധി സൂക്ഷിക്കുന്ന അവന്റെ ശുദ്ധയും നിഷ്കളങ്കയുമായ മണവാട്ടിയെ തേടിയാണ് അവൻ വരുന്നത്. അവൻ അന്ന് വന്നത് പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനി വരുന്നത് അവന്റെ മണവാട്ടിക്ക് വേണ്ടിയാണ്. അവന്റെ മണവാട്ടിക്ക് യോജിക്കുന്ന രീതിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പാപം ചെയ്താൽ കൃപയുടെ മെത്തപ്പുറത്തേക്ക് വീഴുകയാ? പ്രിയമുള്ളവരെ, കുഴപ്പമില്ല. നമ്മൾ ഇന്നലെ ചെയ്ത പാപങ്ങളും ഇന്ന് ചെയ്യുന്ന പാപങ്ങളും നാളെ ചെയ്യുന്ന പാപങ്ങളും ഒന്നും എല്ലാം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് വരുമ്പം ഏത് പാപിയും എടുക്കപ്പെടും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിനുവേണ്ടി അല്ല, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്ത്? കൃത്യമായിട്ട് തൻ്റെ മണവാട്ടി എങ്ങനെയായിരിക്കണം? അവൻ വിളിച്ചത് തന്നെ അവൻ്റെ സന്നിധിയിൽ എന്താണ്? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. നമ്മൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നുള്ള വാക്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ടാണ് ഒന്ന് പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 2-3 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് പീറ്ററിൽ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിന് 45-ാം വാക്യത്തിലും 19-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിലും എല്ലാം ഇതേപോലെ തന്നെയുള്ള ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലേവ്യ പുസ്തകം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പിൻ. ദാറ്റ് ഈസ് ഗോഡ്സ് കമാൻഡ്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തിയെ ചെയ്തു. അതായത് നിങ്ങളെ ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് വിടുവിച്ചു. ആ വിടുവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തമെല്ലാം, നമ്മുടെ എല്ലാം ഒരു വലിയ പ്രോബ്ലം എന്നറിയാമോ? നമുക്ക് ദൈവം എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിൻ്റെ പേരിൽ അവനങ്ങ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നമ്മളെ ചിന്ത. ചിലരുടെയൊക്കെ ചിന്ത പ്രാർത്ഥിച്ച് രോഗസൗഖ്യം നേടിയവരെല്ലാം സ്വർഗത്തിൽ പോകുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ബ്രദറെ, കർത്താവിൻ്റെ രോഗം സൗഖ്യമാക്കിയെന്നേ സമ്മതിച്ചു. പക്ഷെ രോഗം സൗഖ്യമാക്കിയത് കൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. രോഗം സൗഖ്യമാക്കിയതിന് ഞാൻ കുറ്റം പറയുകയല്ല. രോഗം എൻ്റെ ജീവിതത്തിലും കർത്താവ് രോഗം സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് രോഗം സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധമില്ല. കർത്താവ് പാപം മോചിക്കുമ്പോഴാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെടുമ്പോഴാണ്, അല്ലാതെ എൻ്റെ രോഗങ്ങൾ സൗഖ്യമാകുമ്പോഴല്ല. എൻ്റെ കർത്താവിൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കി. ഇവിടെ എത്രയോ പേർക്ക് കർത്താവ് രോഗങ്ങൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, ആ ഉപകാരങ്ങൾ അതിനുവേണ്ടി നമ്മൾ നന്ദി കരയറ്റുക. പക്ഷേ അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ലൈസൻസ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ.